രാത്രികാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യക്കാഴ്ച. ഏവർക്കും സ്വാഗതം. UNA സമരത്തിന്റെ മറവിൽ തൃശൂർ അതിരൂപതയെയും അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെ അതിരൂപത വിശ്വാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ വിശ്വാസികളും പൊതുസമൂഹവും ജൂലൈ 12 പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുന്നതും 7 പേരുടെ ജീവനപഹരിച്ച കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയിലെ മണ്ണിടിച്ചിലുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ദീർഘകാലമായി മികച്ച സേവനം നൽകി വരുന്ന തൃശൂരിലെ ജൂബിലി മിഷൻ അമല മെഡിക്കൽ കോളേജുകൾക്കെതിരെ UNA നടത്തുന്ന സമരം വലിയ രീതിയിലുള്ള ജനകീയ പ്രതിരോധത്തിന് വഴിമാറുകയാണ്. തൊഴിലാളി അവകാശങ്ങളുടെ മറവിൽ തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങളെ തകർക്കാനും അതിരൂപത നേതൃത്വത്തെ വ്യക്തിപരമായി ലക്ഷ്യമിടാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആശങ്ക ശക്തമാണ്. കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ നഴ്സുമാർക്ക് ഏറ്റവും ഉയർന്ന വേതന നിരക്ക് നൽകുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കുകയും ഏപ്രിൽ 1 മുതൽ നടപ്പാക്കുകയും ചെയ്ത വേതന നിരക്ക് അമല മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അംഗീകരിച്ചതോടെ UNA അവിടെ സമരം നിരുപാധികം പിൻവലിച്ചിരുന്നു. എന്നാൽ ഇതേ ഉയർന്ന വേതന നിരക്ക് 2017 മുതൽ തന്നെ കൃത്യമായി ജീവനക്കാർക്ക് നൽകി വരുന്ന ജൂബിലി മിഷൻ ആശുപത്രിയിൽ മാത്രം സമരം തുടരുന്നത് തികച്ചും ദുരൂഹമാണ്. ഒരേ വേതന സാഹചര്യമുള്ള ഒരിടത്ത് സമരം നിർത്തുകയും മറ്റൊരിടത്ത് സമരം തുടരുകയും ചെയ്യുന്നത് നഴ്സുമാരുടെ ക്ഷേമം മുൻനിർത്തിയുള്ളതല്ലെന്നും മറിച്ച് അതിരൂപത സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമാണെന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ പറഞ്ഞു. അമല മെഡിക്കൽ കോളേജിൽ 3 മാസത്തിലേറെയായി നടക്കുന്ന സമരത്തിൽ നിന്ന് അമലയിലെ UNA സംഘടന പിൻവാങ്ങിയതായി അറിയുന്നു. വളരെ സന്തോഷം. അമല മാനേജ്മെന്റ് അമല ആശുപത്രിയെ 800 ബെഡിന് മുകളിലുള്ള കാറ്റഗറിയിലേക്ക് ഉയർത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2026 ഏപ്രിൽ 1 മുതൽ അതിന് അനുയോജ്യമായ അതിനനുസരിച്ച സാലറി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അംഗീകരിച്ച് ഇപ്പോൾ UNA സമരത്തിന് പിൻവാങ്ങിയതായി അറിയുന്നു. സന്തോഷം. അമല മെഡിക്കൽ കോളേജിൽ 2026 ഏപ്രിൽ 1 മുതൽ നൽകുന്ന ഈ സാലറി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ 2017 ഒക്ടോബർ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ 2023 സീനിയോറിറ്റി അനുസരിച്ച് 8,000 രൂപയോളം ഇന്ററിം റിലീഫും ഇടക്കാല ആശ്വാസവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉയരുന്ന ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരേ സ്കെയിലിൽ ശമ്പളം നൽകുന്ന അമലയിൽ സമരം പിൻവലിക്കുകയും അതേ സാലറി നൽകുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ സമരം തുടരുകയും ചെയ്യുന്നതിലെ സാങ്കേതികത്വം വൈരുദ്ധ്യാത്മകത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിനു പിന്നിൽ മറ്റു ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നു. നഴ്സുമാരുടെ ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമല്ല മാനേജ്മെന്റുകൾക്കുള്ളത്. മറിച്ച് ശമ്പള കാര്യത്തിൽ സർക്കാർ നിശ്ചയിക്കുന്ന പൊതുവായ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുമെന്ന മാതൃകാപരമായ നിലപാടാണ് ഇരു ആശുപത്രി അധികൃതരും സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസമായി സമരം ചെയ്യുന്ന ജീവനക്കാർ കൃത്യമായി സേവനത്തിനെത്താതിരുന്നിട്ടും രോഗി പരിചരണം തടസ്സപ്പെടാതിരിക്കാൻ മാനേജ്മെന്റ് പുതിയ ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് കൃത്യമായ ബദൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സമരരംഗത്തുള്ള എല്ലാവരെയും ഒന്നിച്ച് തിരികെ ഉൾക്കൊള്ളാൻ ആശുപത്രികൾക്ക് പരിമിതികളുണ്ട്. സ്ഥാപനത്തിന്റെ സുഗമമായ നിലനിൽപ്പിനും അച്ചടക്കത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒഴിവുകൾക്ക് അനുസരിച്ച് മാത്രമേ പുനർനിയമനം നൽകാനാകൂ എന്ന് മാനേജ്മെന്റിന്റെ നിലപാട് തികച്ചും യുക്തിസഹമാണ്. കഴിഞ്ഞ നിജസ്ഥിതിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് മിനിസ്റ്റർ, കഴിഞ്ഞ ബുധനാഴ്ചയാണ് മിനിസ്റ്റർ ജൂലൈ 1-ാം തീയതിയാണ് മീറ്റിംഗ് വിളിക്കുന്നത്. 30-ാം തീയതി ജൂൺ 30-ാം തീയതി ലേബർ ഓഫീസിൽ നിന്ന് നമ്മളുടെ അവിടെ വരികയും ജൂബിലിയിലും വരികയും 2 സ്ഥലത്തൊരു ടീം ഓഫ് ഓഫീസേഴ്സ് വരികയും അതിന് ഇൻസ്പെക്ഷൻ നടക്കുകയും ചെയ്തു. അതിന്റെ ഡീറ്റെയിൽ ആണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2018 മിനിമം വേജ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൂടാതെ തന്നെ 2023 1,500 മുതൽ 9,000 രൂപ വരെയുള്ള ഇൻക്രിമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. 2026 ഏപ്രിൽ മുതൽ ഞങ്ങൾ സാലറി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്.
അനുസരിച്ച് അതായത് മിനിമം വേതനം സംബന്ധിച്ച് പുതിയ നിയമവ്യവസ്ഥ വരുന്ന സമയത്ത് സമ്മതിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അരിയർ എന്നല്ല പറഞ്ഞത്, അതിങ്ങനെയാണ്. അന്നും എന്നും ഞങ്ങൾ പറയുന്നതാണ്, പുതിയ നിയമവ്യവസ്ഥ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ മുൻകാല പ്രാബല്യം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിൽ പറയുമല്ലോ, അതിന്റെ ഒരു റീസണും കൂടിയും പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മന്ത്രിമാര് 5-ാം തീയതി ഒരു കാര്യം തീരുമാനിക്കും എന്ന് ഡിക്ലെയർ ചെയ്യും എന്ന് പറയുകയുണ്ടായിരുന്നു. പിന്നീട് മന്ത്രിമാർ പറയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഒരു ഡേറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഡേറ്റ് പറയാൻ കഴിയില്ല. അന്ന് ചോദിച്ച ചോദ്യം 5-ാം തീയതി തീരുമാനിച്ചാൽ കൊടുക്കുമോ എന്നുള്ള ചോദ്യം. അതൊരു കൺഫ്യൂസിങ് ചോദ്യമാണ്. എങ്ങാനും അത് തീരുമാനിച്ചാൽ ഞങ്ങൾ കേസിനെ പോയില്ലേ എന്നുള്ള ചോദ്യത്തിലൊക്കെയാണ്. അതിൽ നീതിയില്ലെങ്കിൽ, അത് നീതിക്ക് വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾ കേസിന് പോകില്ല. ഞങ്ങൾ മാത്രമല്ല, ഏത് സംഘടനകളും കേസിന് പോകും. അതിൽ പരാതികൾ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ അന്ന് അവരോട് പറഞ്ഞതാണ്, ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് അത് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ എന്നാണ് മന്ത്രിമാർ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എന്നിട്ടും പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾക്കത് ആലോചിക്കാം. അതാണ് പറഞ്ഞത്. ഇതിൽ പറയുന്നത് 4000 തുടങ്ങി 6000 രൂപയുടെ വർധനവാണ്. അതിപ്പോ സമരം ചെയ്യുന്ന നഴ്സുമാർക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? ഞങ്ങൾ സമരം ആര് കയറി ഇന്ന് 160ഓളം പേര് സമരത്തിന് പോയവർ കയറിയിട്ടുണ്ട്, അവർക്കത് കിട്ടിയിട്ടുമുണ്ട്. അതിപ്പോൾ സമരം ചെയ്യുന്ന നഴ്സുമാർ ഈ 4000 രൂപ മുതൽ 6000 രൂപയുടെ വർധനവ് അംഗീകരിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഞങ്ങൾ സമരം ചെയ്ത ആളുകളെ സ്വീകരിക്കും. എങ്ങനെ? ഞങ്ങളുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അവസരം പോലെ ഇപ്പോഴും ഞങ്ങൾ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവിടുത്തെ അവസരം പോലെ അല്ല, അതിന് കൃത്യം മറുപടി ഇതുള്ള. തിരിച്ച് അവരെ കയറ്റാവുന്ന സ്ഥലത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ അവർ കയറി അന്ന് തൊട്ട് ഈ പുതുക്കിയ ശമ്പളം കൊടുക്കും. ഞങ്ങൾ അവിടെ ജോലിക്ക് കയറുന്ന അന്ന് മുതൽ കൊടുക്കുന്നുണ്ട്. ഈ സമരം അവസാനിപ്പിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവില്ല. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന മിനിമം വേതന വിജ്ഞാപനം മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കാൻ തയ്യാറാണെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകിയിട്ടില്ല. അതിൽ രണ്ടാമത്തെ ഭാഗം തെറ്റാണ്. രണ്ടാമത്തെ ഭാഗം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ലേബർ ഓഫീസർ എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. ഞങ്ങൾ ഈ ഒരു പണിഷ്മെന്റ് എടുക്കില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു, അന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 മാസമായി ഇവർ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോഴും അമല ക്യാമ്പസിലുള്ള ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ് അവരിപ്പോഴും സമരത്തിന് പോകുന്നത്. അമല ക്യാൻറ്റീനിൽ നിന്ന് റിഡക്ഷൻ റേറ്റിലുള്ള ഫുഡ് അവർ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇന്ന് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവർ ഒഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിന്റെ പേരിൽ ഞങ്ങൾ പോലീസിനെ ഇറക്കി, ഞങ്ങൾ അവരെ ഇറക്കിയിട്ടുമില്ല. അല്ല പണിഷ്മെന്റ് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അമലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ്മാര് 4000 രൂപയും 5000 രൂപയും കൊടുത്ത് പുറത്ത് താമസിക്കുകയാണ്. അവരെല്ലാവരും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയണ, അച്ഛാ ഇത് ഞങ്ങള് ഇവിടെ ജോലി ചെയ്യുന്നവര് 4000 രൂപ കൊടുത്ത് പുറത്ത് താമസിക്കുന്നു. ഇവിടെ ഇവര് 400 രൂപ കൊടുത്തിട്ട് അകത്ത് ഇരുന്നിട്ട് ഇവിടുത്തെ എല്ലാ ഫേവറും പറ്റി പുറത്ത് പോയിട്ട് സമരം ചെയ്യുന്നു. അത് അവസാനം അതിലേക്കാണ് നിങ്ങൾ വരുന്നത്. നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് നഴ്സുമാർക്ക് 4000 മുതൽ 6000 വരെയാണെന്ന് പറഞ്ഞു. മറ്റുള്ള ജീവനക്കാർക്ക് നമ്മളെല്ലാവർക്കും അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ഒരു ഇക്വേഷൻ അനുസരിച്ച് തന്നെയാണ് ഈ അലവൻസ് 50% എന്ന് പറയുന്നത് നഴ്സുമാർക്കാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ഇക്വേഷൻ ഗവൺമെന്റ് തന്നിട്ടുണ്ട്. കൊടുക്കുന്നുണ്ട്. മുഴുവൻ ജീവനക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അതായത് ആ മിനിമം വേജസിൽ കറക്റ്റ് പറയുന്നുണ്ട്. നഴ്സുമാർക്ക് ഇത്ര പെർസെന്റേജ്, മറ്റ് ഓരോ സ്റ്റാഫ്മാർക്ക് ഇത്ര പെർസെന്റേജ് എന്ന് പറയുന്നുണ്ട്. കൊടുത്തു. ഏപ്രിൽ മാസ ശമ്പളം 30-ാം തീയതി ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഇവിടെ സാലറി പോവുക. ആ ലാസ്റ്റ് വർക്കിംഗ് ഡേ സാലറി പോയിട്ടുണ്ട്. ഏപ്രിൽ മാസ ശമ്പളം പോയിട്ടുണ്ട്. തിരിച്ച് കയറുന്നവരെ നമ്മൾ ആലോചിച്ചിട്ട് എടുക്കൂ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഒരു 3 മാസമായിട്ട് സ്ഥാപനത്തിൽ ഇല്ല. നമുക്ക് സ്ഥാപനം അല്ല തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാല് തിരിച്ച് എടുക്കാം. ഞങ്ങൾക്ക് ഇനി ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നഴ്സുമാരൊക്കെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒഴിവുകൾ വരും. ഇപ്പോഴും ഒഴിവുകളുണ്ട്. ഞങ്ങൾ ഒരു ജൂബിലിയിലെ കാര്യം പറഞ്ഞാൽ ഒരു 900ഓളം നഴ്സുമാരകത്തുണ്ട്. 900ഓളം നഴ്സുമാരകത്തുണ്ട്. അത് പറഞ്ഞപ്പോൾ നഴ്സുമാരുടെ സമരം എന്ന് പറയരുത്. നഴ്സുമാർ 900ഓളം പേരകത്തുണ്ട്. ഒരു UNA സമരം എന്ന് കൃത്യം അത് പറയണം. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒഴിവനുസരിച്ച് കയറ്റും.
ഒഴിവുകൾ ഇപ്പൊ അങ്ങനെ പറയാൻ മാത്രം ഇല്ല. ഡെയിലി വേജസ് അല്ല ചില സ്ഥലത്ത് ഒഴിവുകൾ വരും. ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വാർഡ് അമലയെ സംബന്ധിച്ചിടത്തോളം അടച്ചിട്ടിട്ടുണ്ട്. നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോ അവിടെ തുറക്കണമെങ്കിൽ നേഴ്സുമാര് വേണം. അത് നമ്മൾ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നമ്മൾ ഇവര് ഇപ്പൊ എപ്പോഴെങ്കിലും വരുമായിരിക്കും. ഫോർമുല വെക്കാവുന്നതാണല്ലോ മന്ത്രി ചോദിച്ചപ്പോ പറഞ്ഞത്. ഏറ്റവും വേഗം മിനിമം വേജ് ഫിക്സ് ചെയ്യുക, നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, ഇതുപോലെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഈ ഫേക്ക് ന്യൂസ് പബ്ലിഷ് ചെയ്യുക, ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുക, അത് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇതിന്റെ പുറകിലുള്ള ഒരു ചേതോവിഹാരം എന്ന് പറഞ്ഞാല് ഒരു യൂണിയൻ സമരം ചെയ്യാം, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആശുപത്രികളായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒപ്പിടാം. അതിനൊരു വ്യവസ്ഥ വേണം. ഇവർ സമരം ചെയ്യുക, ഇറങ്ങിപ്പോവുക, അവർക്ക് ഇഷ്ടമുള്ള ആശുപത്രികളായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒപ്പിടാം. അത് പറ്റില്ല. ഞങ്ങൾ പറയുന്നതല്ല, അതിനൊരു വ്യവസ്ഥ വേണം, ഒരു നിയമം വേണം. ഒരു മിനിറ്റ്. ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഗവൺമെന്റിലെ അതിൻ്റെ കുറവുകളുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ എനിക്ക് ബിന്ദു കൃഷ്ണ മിനിസ്റ്റർ മാഡം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ എത്രയും പെട്ടെന്ന് അതിന് പുറകിൽ നിന്നിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഞങ്ങൾക്കും അതാണ് ആഗ്രഹം. കാരണം സമരം ചെയ്ത് കുറച്ച് കാശ് കൂട്ടി കൊടുക്കലല്ല ഇതിൻ്റെ സൊല്യൂഷൻ. അത് കഴിഞ്ഞാൽ വീണ്ടും വരും. ഇപ്പൊ നിലവിൽ ഇന്നത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് ഇവര് ഏപ്രിൽ 1 മുതൽ നിശ്ചയിച്ചിട്ടുള്ള വേതനത്തെ അവർ അംഗീകരിച്ചതിന് സമാനമാണ് ഇന്നിപ്പോ നടന്ന കാര്യങ്ങൾ. അപ്പം ആ ഒരു സാലറി അംഗീകരിച്ചുകൊണ്ട് അവർ തിരിച്ചു കയറാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സമരം ചെയ്യുന്നവരെ തിരിച്ചെടുക്കുമോ ഇല്ലയോ? അതാണ് കേൾക്കൂ. നമ്മൾ ഇത്രയും നേരം 160 പേരെ നമ്മൾ തിരിച്ചെടുത്തു. അത് ഒറ്റയും തറ്റയുമായിട്ട് വന്നതാണ്. ഇത്രയും ആളുകൾ ഒരുമിച്ച് വന്നാൽ ഞങ്ങൾക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരും. ഞങ്ങളുടെ സൗകര്യം നോക്കിയിട്ട്, സൗകര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൗകര്യമല്ല, ഹോസ്പിറ്റലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ അവരെ തിരിച്ചെടുക്കുന്നതായിരിക്കും. സാലറിയിൽ ഒരു വ്യത്യാസവും വരുത്താൻ, സമരവുമായിട്ട് ഒരു വ്യത്യാസവും വരുത്താൻ ഞങ്ങൾ തയ്യാറുമല്ല. സമരം ചെയ്യുന്നതിൻ്റെ പേരിൽ വേറെ ഒരു ഇതും ചെയ്യാൻ, സാലറി കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എന്തുകൊണ്ട് അമലയും ജൂബിലിയും ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാതെ ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇതാണ്. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പണം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 100-ൽ കൂടുതൽ ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ടായിരുന്ന സ്ഥാപനമാണ് ഞങ്ങളുടെ. 100-ൽ കൂടുതൽ കീമോതെറാപ്പി പേഷ്യൻസ് ഉണ്ടായിരുന്ന സ്ഥാപനമാണ് ആ സമയത്ത് പെർ ഡേ. ഇതുപോലെ തന്നെ തിയേറ്ററുകളിലും ന്യൂനറ്റൽ ICU, കുട്ടികളുടെ ICU, കുഞ്ഞുങ്ങളുടെ ICU, 5 പേര് വെന്റിലേറ്ററിലായിരുന്നു. ശ്വാസം കിട്ടാതെ കിടക്കുന്ന പ്രീമച്യൂർ ആയിട്ടുള്ള കുട്ടികൾ. ഞാൻ അവരൊക്കെ വന്നിരുന്ന് കരഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കൂട്ടമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രവണത, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഈ സമൂഹത്തോടുള്ള അവരുടെ വെല്ലുവിളിയാണ്. ഇത് നമുക്ക് എന്ത് കാരണം കൊണ്ടും ആവട്ടെ, അവരങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നോട്ടീസ് പോലും തരാതെ ഞങ്ങൾ ഇവരുടെ ലൈഫിനെ റിസ്ക് ആക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന സംവിധാനത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയല്ല, ഈ സമൂഹത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയാണ്. അതുണ്ടാവാൻ പാടില്ല. അത് ഉണ്ടാവാതെ ഇരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയെയും അതിരൂപതയെയും തകർക്കാനുള്ള ഈ നീക്കത്തിനെതിരെ വിശ്വാസികൾ ഒന്നടങ്കം രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഈ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി ഈ മാസം 12-ാം തീയതി തൃശൂർ ടൗൺ ഹാളിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കാൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മേളനത്തിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും. ചുരുക്കത്തിൽ വ്യാജ പ്രചാരണങ്ങളിലൂടെയും അനാവശ്യമായ കടുംപിടുത്തങ്ങളിലൂടെയും ഒരു വലിയ ആതുര സേവന പ്രസ്ഥാനത്തെ തളർത്താൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് അതിരൂപതയും തൃശൂരിലെ പൊതുസമൂഹവും. കേരളത്തെയാകെ നടുക്കിയ വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തം വികസനവും പ്രകൃതി സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ ആവശ്യകതയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ഈ ദുരന്തം 7 ജീവനുകളാണ് കവർന്നത്. അപകടം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഭരണ പ്രതിപക്ഷ തർക്കങ്ങളും കരാറുകാരുടെ വീഴ്ചകളും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. ദിലീപ് ബിൽഡ്കോൺ എന്ന കരാർ കമ്പനിയിലെ തൊഴിലാളികളാണ് കള്ളാടിയിലെ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ടത്. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ബംഗാൾ സ്വദേശിയായ സർവേയർ രാകേഷ് ഗുച്ചേത്ത് ഉൾപ്പെടെ 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയുണ്ടായി. മീനാക്ഷി പാലത്തിന് താഴെ പുഴയിൽ നിന്നാണ് ഒടുവിലത്തെ മൃതദേഹം ലഭിച്ചത്.
ഇനിയും ഒരാളെ കൂടി കണ്ടെത്താനുണ്ടെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. 4ാമത്തെ ആളുടെ ഡെഡ് ബോഡി മീനാക്ഷി പുഴയുടെ താഴെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം സർവേയറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. രാകേഷ് കുജായത്ത് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വെസ്റ്റ് ബംഗാളിലെ ഈസ്റ്റ് മിഡ്നാപൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി നേരെ താലൂക്ക് ഹോസ്പിറ്റലിലെ വൈത്തിരിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻബാമിങ്ങിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഫാമിലി ഇവിടെ വെച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്തു നാട്ടിലേക്ക് ബോഡി എത്തിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങും. ഇനി നമുക്ക് കിട്ടാനുള്ളത് പ്രോജക്ട് മാനേജറായിട്ടുള്ള വിക്രം റാണയുടെ മിസ്സിംഗ് ആയിട്ടുള്ള സെർച്ചിങ്ങിലാണ്. ആ സെർച്ചിങ് പുരോഗമിക്കുകയാണ്. അതെ, തുർക്കി ജീവൻരക്ഷാ സമിതിയെ ഇന്നലെ രാത്രി വിവരം അറിയിച്ചു. അവർ കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ്, സ്ഥലത്തെക്കുറിച്ചും പരിചയമുണ്ട്. അവരോട് ഇന്ന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം കുറച്ച് താഴെ ഭാഗത്താണ്, ഒരു 1.5-2 കിലോമീറ്റർ അതിന്റെ ഒഴുക്കിൽപ്പെട്ടു പോയി എന്നുള്ളതാണല്ലോ അനുമാനം. അല്ല, നമ്മള് ഒരു റൗണ്ട് പരിശോധന കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് വീണ്ടും അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനമാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രാദേശികമായിട്ടുള്ള ടീമിനെയും കൂടി അതിന്റെ കൂടെ വെച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അത് സെർച്ചിങ് ഇപ്പോൾ ഒന്ന് 3rd സോണിലെ സെർച്ചിങ് ട്രാൻസ്ഫോമർ പരിസരത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞതനുസരിച്ചുള്ള ഒരു സെർച്ചിങ് പുരോഗമിക്കുകയാണ്. അപ്പോൾ അത് 3ാമത്തെ സോണിൽ ഒരാളും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് വീഡിയോയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരും പറഞ്ഞ നിഗമനത്തിന്റെ അടിസ്ഥാനം. പക്ഷേ അത് ചിലപ്പോൾ ആ ഹൈറ്റിൽ അതും കടന്ന് മീനാക്ഷി പുഴയിലേക്ക് എത്തി അവിടുന്ന് ഒഴുകി പോകാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ എല്ലാ സാധ്യതകളും പരിശോധിച്ചിട്ടുള്ള സ്കാനിങ് സെർച്ചിങ് നടക്കും. ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അവകാശപ്പെടുന്നത്. ജൂൺ 5 തന്നെ കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് നിർമ്മാണ ജോലികൾ നിർത്തിവെപ്പിച്ചത് വഴിയാണ് മരണനിരക്ക് കുറയ്ക്കാനായതെന്ന് സർക്കാർ വാദിക്കുന്നു. തുരങ്കം കുഴിച്ചപ്പോൾ എടുത്ത മണ്ണ് അടിയന്തരമായി മാറ്റാൻ കൊങ്കൺ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും കരാറുകാരനും ആവർത്തിച്ച് നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഈ നിർദ്ദേശം പാലിക്കാതിരുന്ന കരാറുകാരുടെ കുറ്റകരമായ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സംഭവത്തിൽ സാങ്കേതിക അനുമതികളെക്കുറിച്ചും പാരിസ്ഥിതിക അനുമതികളെക്കുറിച്ചും അന്വേഷിക്കാൻ ദുരന്ത നിവാരണ സെക്രട്ടറി, പരിസ്ഥിതി സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ 2 സ്വതന്ത്ര അന്വേഷണങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ ഈ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയത്. ദുരന്ത സ്ഥലവും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഈ വിഷയത്തിലെ ഭരണപരമായ അലംഭാവത്തെ തുറന്നുകാട്ടുന്നതാണ്. സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാൻ വേണ്ടിയാണ് പാരിസ്ഥിതിക അനുമതിയെ ചൊല്ലി ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. 2023 സുതാര്യമായ പഠനങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ലഭിച്ച പദ്ധതിയാണിതെന്നും 2025 ഡിസംബറിൽ ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും ഈ അനുമതി ശരിവെച്ചതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇവിടെ കാണേണ്ടത് ഈ അപകടം പരിസ്ഥിതി പ്രശ്നം മൂലമുണ്ടായ ഒരു പ്രകൃതി ദുരന്തമല്ല. പാരിസ്ഥിതികമായ ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശമായാലും ഇത്തരത്തിൽ നിർമ്മാണ സമയത്ത് വലിയ തോതിൽ വെട്ടിയെടുത്ത മണ്ണ് ആവശ്യമായ മുൻകരുതലുകളില്ലാതെ കൂട്ടിവെച്ചാൽ സംഭവിക്കാവുന്ന അപകടം അത് പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. ഈ വീഴ്ച മറക്കാൻ വേണ്ടി, അത് മറച്ചു വെക്കാൻ വേണ്ടി ലഭിച്ച പാരിസ്ഥിതിക അനുമതിയെ വിവാദത്തിലാക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണ്. പാരിസ്ഥിതിക അനുമതി ലഭ്യമായത് ഏതെങ്കിലും തരത്തിൽ സൂത്രപ്പണിയിലൂടെ ലഭ്യമായതല്ല. എല്ലാ മാനദണ്ഡങ്ങളും
പാലിച്ചുകൊണ്ടാണ് പാരിസ്ഥിതികാനുമതി ലഭ്യമായത്. ഇവിടെ 2022 ഇത് സംബന്ധിച്ച പാരിസ്ഥിതികാഘാത പഠനം നടന്നത്. സുതാര്യമായി നടന്ന പഠനമാണത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ പദ്ധതി ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും 2023 ഡിസംബർ 11, 13 തീയതികളിലായിട്ടാണ് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗ് നടന്നത്. എല്ലാ പഠനവും പൂർത്തീകരിച്ചു. അങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റികൾ പാരിസ്ഥിതികാനുമതി നൽകിയത്. സംസ്ഥാനവും നൽകി, കേന്ദ്രവും നൽകി. അവിടെ തീരുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജികൾ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2025 ഡിസംബർ 16 വിധി പുറപ്പെടുവിച്ചു. ഈ ആക്ഷേപങ്ങളെല്ലാം തള്ളുകയും നൽകിയ പാരിസ്ഥിതികാനുമതി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊടുത്തു. അവിടെ അപ്പീലായിട്ട് പോയി. അപ്പോൾ 2026 ഏപ്രിൽ 6 സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹൈക്കോടതി വിധി ശരിവെച്ചു. അപ്പോൾ കൃത്യമായ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടന്നതാണ് ഈ കാര്യത്തിൽ. അതിനെയാണ് തീർത്തും കണ്ടില്ലെന്നടിച്ചുകൊണ്ട് ലാഘവത്തോടെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന നിലയുണ്ടായി. ഇത് തീർത്തും നിർഭാഗ്യകരമായ ഒരു സമീപനമാണ്. പാരിസ്ഥിതിക അനുമതി സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെടുത്തു എന്ന തരത്തിലുള്ള ആരോപണമുയരുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജുഡീഷ്യറിയോടുള്ള ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിശോധിച്ച കാര്യത്തിൽ ആ കോടതികളോടുള്ള അവഹേളനം കൂടിയാണ് എന്നതാണ് കാണേണ്ടത്. അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണേണ്ട വിഷയങ്ങളിൽ മന്ത്രിമാര് ഏകോപനമില്ലാതെയും പരസ്പര വിരുദ്ധമായും സംസാരിക്കുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് പലരെയും പഴിചാരി മന്ത്രിമാർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നത് നാം കാണുകയാണ്. കള്ളാടി ദുരന്തം കേവലം ഒരു പ്രകൃതിക്ഷോഭം മാത്രമല്ല, മറിച്ച് കൃത്യമായ മേൽനോട്ടമില്ലായ്മയും ഉദ്യോഗസ്ഥ കരാർ വീഴ്ചകളും ഒത്തുചേർന്നുണ്ടായ ഒരു മനുഷ്യനിർമ്മിത ദുരന്തം കൂടിയാണ്. വലിയ മലയോര വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കണം. രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ദുരന്തബാധിതർക്ക് കൃത്യമായ സഹായം എത്തിക്കുകയും പ്രഖ്യാപിച്ച ഇരട്ട അന്വേഷണം സുതാര്യമായി പൂർത്തിയാക്കി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയുമാണ് ഇനി ചെയ്യേണ്ടത്. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.